പിണറായി വിജയൻ സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസിന്റെ കുറ്റപത്രം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എംപിയുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാരിൽ നിന്നും ശേഖരിച്ച് കുറ്റപത്രം സമർപ്പിച്ചു. ജനുവരി 4 തുടങ്ങിയ മഹിളാ സാഹസ് കേരള യാത്ര സംസ്ഥാനത്തെ 1474 മണ്ഡല കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയാണ് പരാതികൾ ശേഖരിച്ചത്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടന്ന അമ്മമാരുടെ പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA മുഖ്യാതിഥിയായി. UDF കൺവീനർ അടൂർ പ്രകാശ്, ശശി തരൂർ MP, രമേശ് ചെന്നിത്തല തുടങ്ങിയ ദേശീയ സംസ്ഥാന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഏക ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടിയിലും അട്ടപ്പാടിയിലും നെല്ലിയാമ്പതിയിലും പെരുമ്പളം ദ്വീപിലും അടക്കം എല്ലാ പഞ്ചായത്തുകളിലും സാഹസ് യാത്ര എത്തിച്ചേർന്ന് സ്ത്രീകളുമായി സംവദിച്ചിരുന്നു. 30,000-ലേറെ കിലോമീറ്ററാണ് സാഹസ് യാത്ര സഞ്ചരിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഇത്രയും സുദീർഘമായ ഒരു രാഷ്ട്രീയ യാത്ര നടക്കുന്നത്. സ്ത്രീവിരുദ്ധ മുഖമുള്ള പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് നീക്കണമെന്ന വികാരമാണ് സംസ്ഥാനത്തുടനീളമുള്ള സ്ത്രീകൾ രാഷ്ട്രീയ ഭേദമന്യേ പ്രകടിപ്പിച്ചതെന്നും ജെബി മേത്തർ പറഞ്ഞു. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീര്, അമ്മമാരുടെ വേദന, എല്ലാ മേഖലയും തകരുന്ന സാഹചര്യം, ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുമ്പോൾ ആ ലഹരി മാഫിയയെ നിലക്ക് നിർത്താനായി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് മഹിളാ കോൺഗ്രസ് ലഹരിക്കെതിരെ അമ്മമാർ പോരാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. ഈ യാത്രയിൽ നമ്മൾ വിരൽ ചൂണ്ടിയതും നമ്മൾ പ്രതികരിച്ചതും നമ്മൾ പ്രതിഷേധിച്ചതും എല്ലാം ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ്, ജനദ്രോഹ നടപടികൾക്കെതിരെയാണ്. Our leader Rahul ji always says, "Daro mat, don't be afraid." And this Mahila Sayas Yatra has proved that JB and his team and the entire district Mahilas are not afraid of anything, not afraid of Pinarayi Vijayan government, not afraid of the കേരളത്തിന്റെ രാഷ്ട്രീയ ജാതകം തിരുത്തി എഴുതുന്ന ഒരു യാത്രയാണ് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് നടത്തിയത്. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ, സ്ത്രീവിരുദ്ധ നയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്ന രീതിയിൽ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തന്നെ സ്തംഭിപ്പിച്ച ഗവൺമെന്റിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് 2016 തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ശ്രീ പിണറായി വിജയൻ കേരളത്തോട് പറഞ്ഞു, കേരളത്തിലൊരു അമ്മമാരും സഹോദരിമാരും വാക്കത്തിയും തലേണ കീഴിൽ വെച്ച് ഉറങ്ങാതിരിക്കാൻ LDF വോട്ട് ചെയ്യണമെന്ന്. കുറെ ആളുകൾ വിശ്വസിച്ചു, വോട്ട് ചെയ്ത് 2 പ്രാവശ്യം അവരെ കൊണ്ടുവന്നു. ഇപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്ന നാടായി ഈ കേരളത്തെ പിണറായി വിജയന്റെ ഭരണം മാറ്റിയിരിക്കുക. ജനുവരി 4 മുതൽ ഇന്നേ ദിവസം വരെ നിൽക്കുന്ന ഈ ജാഥ എല്ലാ മണ്ഡലം തലത്തിലും കടന്നു വന്നുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയന്റെ കസേര ഇന്ന് ആടിത്തുടങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തെയും കുടുംബങ്ങളെയും ദോഷമായി ബാധിക്കുന്ന രാസലഹരി അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾക്കെതിരായ ജനകീയ മുന്നേറ്റവും ഈ യാത്രയിൽ സൃഷ്ടിക്കപ്പെട്ടു. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഹരിക്കെതിരെ അമ്മമാർ പോരാളികൾ എന്ന പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ജാഥയുടെ ഭാഗമായി നടന്നു. സ്ത്രീ പീഡനം, ലഹരി മാഫിയയുടെ താണ്ഡവം, ക്രിമിനൽ പോലീസ്, ലൈഫ് മിഷൻ അപാകത, SFI ഗുണ്ടായിസം, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളടങ്ങിയ 41 കുറ്റപത്രമാണ് സമർപ്പിച്ചത്.